LMSൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടി എടുക്കാറുണ്ട്. അപ്പോൾ പഠിപ്പിച്ചത് ഏതെന്ന് വെച്ചാൽ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി അതുവരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയൊക്കെ നോട്ട്സൊക്കെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേര് മാത്രമാണ് എനിക്ക് നോട്ട്സ് അയച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ പേരും നോട്ട്സ് എഴുതും പഠിക്കുന്നു തന്നെ വിശ്വസിക്കുന്നത്. നോക്കാം നമുക്ക്. ഫീച്ചേഴ്സ് ബ്യൂറോക്രസിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്കൊക്കെ എതിരായിട്ടൊക്കെയാണ് ഒരു നിയമം കൂടെ. അത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചൊക്കെ പറയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ അത് നിലവിൽ വന്ന വർഷമാണ് 2005. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു 10 രൂപയുടെ അപേക്ഷാ ഫോം കൊടുത്താൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് തരുന്ന ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് 2005 നിലവിൽ വന്നിട്ടുള്ളത്. നമുക്കിനി അടുത്ത് ബാക്കി നോക്കാം. ബ്യൂറോക്രസി ഇന്ത്യയിൽ എങ്ങനെയാണ് നോക്കാം. ഉദ്യോഗസ്ഥന്മാരുടേത് അല്ല ഉദ്യോഗസ്ഥ വൃന്ദം അത് ഇന്ത്യയിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഓരോ ഗവൺമെൻറ് ജോലിയിൽ ഗവൺമെൻറ് സർവീസിൽ കയറുന്നവർ എന്തായാലും അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ എക്സാം എഴുതിയാൽ മാത്രം നമുക്ക് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അതും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ബ്യൂറോക്രസിയിൽ വരുന്നതിനാണ് ഉദ്യോഗസ്ഥൻ പദ്ധതി. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായ ജോലി ഗവൺമെൻറ് എംപ്ലോയി ആയാൽ അത് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, അത് അവർ അപേക്ഷാ ഫോം നമ്മൾ കൊടുക്കണം. ഇപ്പം നമുക്ക് കേരളത്തിലാണ് നമ്മൾ ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്, KPSC. അതിൻ്റെ ആസ്ഥാനം പട്ടം എന്ന തിരുവനന്തപുരത്തെ പട്ടം എന്ന സ്ഥലത്താണ്. ഓരോ ജില്ലയിലും അതിന് ആസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, നമ്മൾ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് സർവീസിന് നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുണ്ട് അവർ തന്നെ. അപ്പോൾ അത് നമ്മളത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റോ കോർപ്പറേഷനൊക്കെ ആയിരിക്കും. അതിലെന്ത് ചെയ്തു, നമ്മൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ പാസ്സാകുന്ന ആൾക്കാരായിരിക്കും അവരെന്ത് ചെയ്യുന്നു പിന്നീട് സെലക്ട് ചെയ്തിട്ട്, അതെന്ന് വെച്ചാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ അഭിമുഖമൊക്കെ നടത്തി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഓരോരോ ഗവൺമെൻറ് സെക്ഷനിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമെന്ന് വെച്ചാൽ സിവിൽ സർവീസ്. ആൾ ദോസ് ഹു ആർ അപ്പോയിൻറ്റഡ് ഇൻ ദിസ് വേ ആർ പാർട്ട് ഓഫ് സിവിൽ സർവീസിൻ്റെ. അപ്പം ഇന്ത്യയുടെ സിവിൽ സർവീസിലേക്ക് ഇപ്പോൾ നമ്മുടെ സിവിൽ സർവീസിലേക്ക് കയറുന്ന ഒരു പടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അവിടുത്തെ എംപ്ലോയി ആയി നമ്മൾ സിവിൽ സർവീസിൽ അതിനകത്ത് വരുന്ന ആൾക്കാർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ അയക്കുന്നു, നമ്മളതിന് അപേക്ഷ കൊടുക്കുന്നു, എക്സാം എഴുതുന്നു, അതിന് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരീക്ഷ നടക്കുകയാണെന്ന് വെച്ചാൽ അത് പല തരത്തിലാണ് അവർ പരീക്ഷ നടത്തുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിനെയൊക്കെ കണ്ടെത്താനായിട്ട് സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് പരീക്ഷകൾ നടത്താറുണ്ട്. ആൾ ദ എംപ്ലോയീസ് ഹൂ വർക്ക് അണ്ടർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ എംപ്ലോയീസ് അണ്ടർ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആർ പാർട്ട് ഓഫ് ഇന്ത്യ സിവിൽ സർവീസ്. അപ്പോൾ എല്ലാ എംപ്ലോയികളും ഇങ്ങനെ ജോലി തേടുന്ന ആൾക്കാരെല്ലാവരും ഹൂ വർക്ക് അണ്ടർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മൾ വർക്ക് ചെയ്യുന്നു സെൻട്രലിലോ ഇപ്പോൾ ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലോ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ദ എംപ്ലോയീസ് അണ്ടർ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആർ പാർട്ട് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലോ സംസ്ഥാന ഗവൺമെൻറ് കീഴിലോ ഓരോരുത്തർ എന്ത് ചെയ്യുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് അധിഷ്ഠിത സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നാൽ അവരെല്ലാവരും ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് 3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസ്, ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസ് 3 തരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വെച്ചാൽ റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. അപ്പോൾ എല്ലാ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നാഷണൽ ലെവലിൽ മാത്രമേ അതിൻ്റെ എക്സാമൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെയോ അപ്പോയിൻറ്റ്സ് ഇൻ എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്, അത് സെൻട്രലിലോ സ്റ്റേറ്റ് സർവീസ് നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. ആ ജോലികൾ ചിലപ്പോൾ കേന്ദ്ര ഏജൻസികളിലേക്ക് നമ്മളെ വിടുന്നത്, ചിലപ്പോൾ സ്റ്റേറ്റ് സർവീസിലേക്കും വിടുന്നത്. ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പം ഒന്നുകിൽ IAS IPS ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഓൾ ഇന്ത്യ സർവീസസ് വരുന്നത്. അപ്പോൾ അതിൽ നടപ്പിലാക്കുന്നതായിരുന്നു വെച്ചാൽ നാഷണൽ ലെവലാണ്. പിന്നെയോ അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ നടക്കപ്പെടുന്നത് ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലായിരിക്കാം. ഉദാഹരണം വെച്ചാൽ IAS IPS തുടങ്ങിയവയാണ്. അടുത്ത രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ സർവീസസ്. അപ്പോൾ ആദ്യം പറഞ്ഞു ഓൾ ഇന്ത്യ സർവീസസ്, അടുത്ത രണ്ടാമത്തതാണ് അത് സെൻട്രൽ സർവീസ്. നമുക്കറിയാം സെൻട്രൽ എന്ന് കേൾക്കുന്നത് നമുക്കറിയാതെ നാഷണൽ ലെവലിലായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഇവരെ പരിഗണിക്കൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ ഇത് വരില്ല. അപ്പോൾ അതിലേതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെയാണ് സെൻട്രൽ സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പം നാഷണൽ ലെവലിൽ മാത്രമേ റിക്രൂട്ട്മെൻറ്റ് നടക്കാറുള്ളൂ. അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് സെൻട്രൽ സർവീസ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവലിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അത് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. പരീക്ഷ എല്ലാം നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഇതിൽ നടക്കുന്ന എക്സാമിൻ്റെ അനുസരിച്ച് വരുന്ന ജോലിയെല്ലാം തന്നെ നമ്മുടെ സ്റ്റേറ്റ് സർവീസിൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് 3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, പിന്നെയോ സ്റ്റേറ്റ് സർവീസ്, ഇങ്ങനെ 3 തരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് നാഷണൽ ലെവലിൽ നടക്കുമെങ്കിലും സെൻട്രലിനും സ്റ്റേറ്റിനും നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ നടത്തുന്നുള്ളൂ. സ്റ്റേറ്റ് സർവീസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ മാത്രമേ നടത്താറുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ സെൻട്രൽ സർവീസസിനൊക്കെ നമുക്ക് ഓൾ ഇന്ത്യ സർവീസിനൊക്കെ പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ സർവീസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അതിൽ റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? കാൻഡിഡേറ്റ്സ് ടു ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസ് ആർ റിക്രൂട്ടഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെങ്കിൽ UPSC എന്ന് പറയും. അപ്പം ഇതിൻ്റെ നമ്മൾ നേരത്തെ ആദ്യത്തെ 2 ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 2 പാർട്ടുകളിലും അതാരാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് വെച്ചാൽ UPSC എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതിലാണെങ്കിൽ എങ്ങനെയാണ്, ഒരു ചെയർമാൻ കാണപ്പെടുന്നുണ്ട്, പിന്നെ അതിൽ കുറച്ച് 4 മെമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇതിന് എല്ലാവരെയും അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ അതാത് പ്രസിഡൻറ്റുമാരാണ് ഇവരെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാനായിരുന്നു വെച്ചാൽ പ്രദീപ് കുമാർ ജോഷി എന്നൊരു വ്യക്തിയാണ് UPSCയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഓൾ ഇന്ത്യ സർവീസസും സെൻട്രൽ സർവീസസിൻ്റെയും അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC എന്നാണ്. അപ്പം അതിൽ ചെയർമാനുണ്ട്, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 2-3 മെമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ പ്രദീപ് കുമാർ ജോഷിയാണ്. അപ്പോൾ ഇവർ നിയമിക്കുന്നതാരെന്ന് വെച്ചാൽ പ്രസിഡൻ്റായിരിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ പരമാധികാരി തന്നെയാണ് ഈ UPSCയുടെ ചെയർമാനെ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ UPSC റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് വെച്ചാൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ചു ഓൾ ഇന്ത്യ സർവീസിനെ സെൻട്രൽ സർവീസിനെയും നിയന്ത്രിക്കുന്നതാരെന്ന് ചോദിച്ചാൽ UPSC ആണ്. അതിലൊരു ചെയർമാൻ കാണപ്പെടുന്നുണ്ട്. ആ ചെയർമാൻ നിശ്ചയിക്കുന്നത് പ്രസിഡൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ബേസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നു മാത്രം.
അപ്പം നമുക്ക് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞു സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് അല്ലേ. നമ്മൾ കേരളത്തിന് ഇതാണ് കേരള PSCയുടെ ആസ്ഥാനം പട്ടത്താണ് ഇത് കാണുന്നത്. തുളസി ഹിൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നോക്കൂ അടുത്ത് സ്റ്റേറ്റ് ലെവലിൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ് ബൈ ദ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള PSC ഓഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് KPSC ആണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രസിഡൻ്റാണ് ചെയർമാനെ നിശ്ചയിക്കുന്നതെങ്കിൽ ഇവിടെയാണെങ്കിലോ നമ്മുടെ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ പരമാധികാരം ഉള്ളതെന്ന് വെച്ചാൽ ഗവർണർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവർണറാണ് ഈ ചെയർമാനെയും മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ദ ഗവർണർ അപ്പോയിൻറ്റ്സ് ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ പരീക്ഷകൾ നടത്തുന്നത് PSC ആയിട്ട്. അപ്പോൾ ഗവർണറാണ് ഇതിന് ചെയർമാനെയും ഇവിടെയുള്ള മെമ്പേഴ്സിനെയൊക്കെ നിയമിക്കുന്നത്. UPSC ആൻഡ് സ്റ്റേറ്റ് PSCs ആർ കൺസ്റ്റിറ്റ്യൂട്ട് ഓൺ ദ ബേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഭരണഘടന അനുസൃതമായിട്ടാണ് UPSCയും PSCയും സ്റ്റേറ്റ് PSCകളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസിലാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെ കീഴിലാണ് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ UPSCയും സ്റ്റേറ്റ് PSCയും പ്രവർത്തിക്കുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സോ ദേ ആർ കാൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ അവയെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നോക്കാം ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ ബ്യൂറോക്രസിയുടെ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് വരുന്നത്. അപ്പോൾ അത് എന്തുണ്ടാക്കുന്നുണ്ട്, ഡിലേ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഡിലേ ഉണ്ടാക്കാനായിട്ട് ഈ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ട് പലപ്പോഴും അത് സാധിക്കുക. അതൊരു ഡീമെറിറ്റ്സ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ എന്താണ് ക്രിയേറ്റ്സ് ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്. നമ്മൾ പറയാം റെഡ് ടാപ്പിസം, ചുവപ്പ് നാട് എന്നൊക്കെ പറഞ്ഞാൽ ഫയലുകളിൽ ഓരോ കാര്യങ്ങൾ കുരുങ്ങി കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അപ്പോൾ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ. കാരണം ഓരോ ഫയല് ഓരോ താഴ്ന്ന തട്ടിൽ നിന്ന് അങ്ങ് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡിലേ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ടു സോൾവ് ദിസ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ സർവീസ് ദ ഗവൺമെൻറ് ഹാസ് ടേക്കൺ സർട്ടൻ സ്റ്റെപ്സ്. കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് എടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോലിക്കാരെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് 3 തരത്തിലാണ് ഇന്ത്യൻ സിവിൽ സർവീസ് കാണപ്പെടുന്നത്. ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ്. ഇവയൊക്കെ നിയമനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു, ആരാണ് നിയമിക്കുന്നത് പറഞ്ഞു തന്നു, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ എന്താ അടുത്ത് നോക്കൂ, യു ക്യാൻ ബിക്കം എ കളക്ടർ. ഒരു കളക്ടർ ആവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ല. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മളിപ്പോൾ IAS കാരന് സാധാരണ കളക്ടറായിട്ട് പറയുന്നത് അല്ലേ. ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഈസ് ദ കളക്ടർ. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ജില്ലയുടെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് ജില്ലയുടെ അതിൻ്റെ ഒരു മേലധികാരി എന്നറിയപ്പെടുന്നത് കളക്ടറാണ്. പേഴ്സൺസ് ഇൻ IAS കേഡർ ആർ അപ്പോയിൻറ്റഡ് ആസ് കളക്ടേഴ്സ്. അപ്പോൾ IAS നേടിയ ഒരു വ്യക്തികളെ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കളക്ടർമാരെന്ന് അറിയപ്പെടാറുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ കണ്ടക്ടർ ബൈ UPSC. അപ്പോൾ അതും എന്തെങ്കിലും അറിയപ്പെടുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇപ്പോൾ ഈ നമ്മൾ കളക്ടർമാരെ എടുക്കാനുള്ള ഒരു പരീക്ഷയുണ്ട്, അത് നടപ്പിലാക്കുന്ന UPSC ആണ്. അതറിയപ്പെടുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ദ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി. അപ്പം ഒരു ഡിഗ്രിയുള്ള ആർക്കും എന്ത് ചെയ്യാം, നമുക്ക് യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് എന്തെങ്കിലും ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അത് ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് പറയാം. IAS നേടാനുള്ളൊരു അല്ലെങ്കിൽ അതിന് അപേക്ഷിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷൻ പറയാം. അങ്ങനെ അതിൽ ഹയസ്റ്റ് റാങ്ക് നേടുകയാണെങ്കിൽ നമുക്കത് അവരെന്ത് ചെയ്യുന്നു, IAS കേഡറായിട്ട് പ്രഖ്യാപിക്കുകയും നമുക്ക് ട്രെയിനിങ് തരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, candidates to IPS are also recruited from the same examination. അപ്പം IASഉം IPSഉം ഒക്കെ എടുക്കുന്നത് ഒരേ എക്സാം. അപ്പോൾ റാങ്ക് കൂടിയ ആൾക്കാർ IASലേക്ക് നിന്നും കുറച്ച് ബാക്കിലോട്ട് വരുന്നവരൊക്കെയാണ് IPSലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ IASൻ്റെയും IPSൻ്റെയും
എക്സാം നടത്തുന്നത് UPSC ആണ്. അതിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻസിൽ ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി നേടുക, ഏത് വിഷയത്തിലൊരു ഡിഗ്രി നേടിയാലും നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷൻ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ IAS IPS ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച് നോക്കണം, എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.